എന്താണ് ഇങ്ങനെയൊക്കെ പണിയാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ധൈര്യം കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയോ? ആ ധൈര്യം കിട്ടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുത്തനും ഇതിൻ്റെ പുറത്തൊരു ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരാറില്ല. മനസ്സിലായോ? ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വിജയ് മല്യ നമ്മളെ പറ്റിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് പല ബിസിനസ്സുകാരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും പറയും. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇത് കേട്ട് നിൽക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഈ വിജയ് മല്യ സ്വന്തം സ്ഥാപനം തകർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവോ? അയാളുടെ അച്ഛനായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അയാൾ ഈ പറയുന്ന പോലെ തട്ടിപ്പ് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയൊരു സ്ഥാപനമല്ല. അയാൾ എയർഡക്കാൻ പോലെയുള്ള പല കമ്പനികളും ഏറ്റെടുത്തു, കിങ്ഫിഷറിനോട് ചേർത്തു. അയാൾ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളിലും കുറച്ച് എക്സ്ട്രാവഗൻസ്, ഒരു ധാരാളിത്തം ഉണ്ടായിരുന്നു, ഒരു മിസ്മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. ശരിയാണ്. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിൽ മിസ്മാനേജ്മെന്റ് നടത്തുന്ന കേരള ഗവൺമെന്റിലും കേന്ദ്ര ഗവൺമെന്റിലുമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? അവരെ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ?